SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ പലപ്പോഴും പറയുന്നതൊക്കെ വലിയ വലിയ വിവാദമാകാറുണ്ട്. തെരഞ്ഞെടുപ്പ് അടുത്തിരുന്ന സമയത്ത് വർഗീയ പരാമർശങ്ങൾ നടത്തിയിരുന്നു അദ്ദേഹം. അത് വലിയ രീതിയിൽ വിമർശനങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചില വിവാദ പ്രസ്താവനകളുമായി അദ്ദേഹം രംഗത്തെത്താറുണ്ട്. എന്നാൽ ഇപ്പോൾ വെള്ളാപ്പള്ളി നടേശനെതിരെ അതിരൂക്ഷമായ വിമർശനവുമായിട്ട് ഒരാൾ രംഗത്തെത്തിയിരിക്കുകയാണ്. വ്യവസായിയും സിനിമാ നിർമ്മാതാവുമായ ഗോകുലം ഗോപാലനാണ് അത്. വെള്ളാപ്പള്ളി നടേശൻ SNDP ഉപയോഗിച്ച് സ്വന്തം ആവശ്യങ്ങൾ നേടുകയാണ് എന്ന് ഗോകുലം ഗോപാലൻ വിമർശിച്ചിരിക്കുകയാണ്. ഗുരുദേവൻ പറഞ്ഞ സത്യവും ധർമ്മവും SNDPയിൽ പുലരുന്നില്ല എന്നും വെള്ളാപ്പള്ളിയെ പുറത്താക്കാനാണ് ശ്രീനാരായണീയരുടെ ഭൂരിപക്ഷ മനസ്സ് എന്നുമാണ് ഗോകുലം ഗോപാലൻ പറഞ്ഞിരിക്കുന്നത്. വെള്ളാപ്പള്ളി നടേശനും ഗോകുലം ഗോപാലനും തമ്മിലൊക്കെ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട് എന്ന വാർത്തകളൊക്കെ മുൻപേ പുറത്തു വന്നതാണ്. അത് മാത്രവുമല്ല, SNDP യോഗവുമായി ബന്ധപ്പെട്ട് ഈഴവ സമൂഹത്തിൽ പലർക്കും പല അഭിപ്രായങ്ങളാണ് ഉള്ളത്. വെള്ളാപ്പള്ളി നടേശൻ SNDP യോഗത്തെ ഹൈജാക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ് എന്ന വിമർശനം പലപ്പോഴായി പല ഈഴവ നേതാക്കളും ഉയർത്തിയിട്ടുണ്ട്. അവർക്ക് വലിയ വിമർശനവും അഭിപ്രായ വ്യത്യാസവും വെള്ളാപ്പള്ളി നടേശൻ എതിരെയുണ്ട്. ഇപ്പോൾ ഗോകുലം ഗോപാലൻ പരസ്യമായി കടുത്ത വിമർശനവുമായിട്ടാണ് വെള്ളാപ്പള്ളിക്കെതിരെ രംഗത്തെത്തുന്നത്. SNDP യോഗം വെള്ളാപ്പള്ളിയുടെ കയ്യിലായി. ഗുരുദേവൻ പറഞ്ഞ സത്യവും ധർമ്മവും SNDPയിൽ പുലരുന്നില്ല. വെള്ളാപ്പള്ളി SNDPയെ ഉപയോഗിച്ച് സ്വന്തം ആവശ്യങ്ങൾ നേടുകയാണ്. വെള്ളാപ്പള്ളിയെ പുറത്താക്കാനാണ് ശ്രീനാരായണീയരുടെ ഭൂരിപക്ഷ മനസ്സ്. എന്നാൽ പണവും അധികാര സ്വാധീനവും ഉപയോഗിച്ച് കസേര നിലനിർത്തുകയാണ് വെള്ളാപ്പള്ളി എന്നാണ് ഗോകുലം ഗോപാലൻ ആഞ്ഞടിച്ചുകൊണ്ട് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പിണറായി വിജയൻ സർക്കാർ പോയി UDF അധികാരത്തിൽ വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ അല്പം ഒന്ന് ഒതുങ്ങിയ മട്ടാണ്. കാരണം തെരഞ്ഞെടുപ്പിന് മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്ന VD സതീശനെതിരെ വലിയ രീതിയിലുള്ള കടുത്ത വിമർശനങ്ങൾ വെള്ളാപ്പള്ളി ഉയർത്തിയിരുന്നു. ഇപ്പോൾ VD സതീശൻ മുഖ്യമന്ത്രിയാണ്. അതുകൊണ്ട് തന്നെ VD സതീശനെ പരസ്യമായി അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളൊന്നും വെള്ളാപ്പള്ളി കുറച്ചിടെയായി നടത്തുന്നില്ല. എന്തായാലും വെള്ളാപ്പള്ളിയുമായി ബന്ധപ്പെട്ട് ചില മൈക്രോ ഫിനാൻസ് കേസുകൾ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട് പുനരന്വേഷണങ്ങൾ ഉണ്ടാകുമെന്നും അന്വേഷണം കൂടുതൽ ശക്തമാകും എന്നും തരത്തിലുള്ള ചില വാർത്തകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. വെള്ളാപ്പള്ളി നടേശന് പത്മഭൂഷൺ പുരസ്കാരം നൽകിയതിനെയും ഗോകുലം ഗോപാലൻ കടുത്ത രീതിയിൽ വിമർശിച്ചിട്ടുണ്ട്. പത്മഭൂഷൺ മഹാന്മാർക്ക് നൽകാനുള്ളതാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രതിഭകൾക്ക് നൽകേണ്ടതാണ് പത്മ പുരസ്കാരമെന്നും ദുഷ്ടരാജാവായ വെള്ളാപ്പള്ളിക്ക് പുരസ്കാരം നൽകിയത് അതിന്റെ വില ഇല്ലാതാക്കി എന്നുമാണ് ഗോകുലം ഗോപാലൻ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. എന്തായാലും വെള്ളാപ്പള്ളിക്കെതിരെ പരസ്യമായി വിമർശനം കടുപ്പിക്കുകയാണ് ഗോകുലം ഗോപാലൻ. SNDP യോഗം ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് വെള്ളാപ്പള്ളി ഇരിക്കുന്നത് പല ഇഴവ നേതാക്കൾക്കും താല്പര്യമില്ലാത്ത കാര്യമാണ്. കാരണം പണവും അധികാരവും ഉപയോഗിച്ചുകൊണ്ടാണ് ആ സ്ഥാനം വെള്ളാപ്പള്ളി നടേശൻ കൈയടക്കിയിരിക്കുന്നത് എന്ന വിമർശനം ഉയരുന്നുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ ഗോകുലം ഗോപാലൻ ഇപ്പോൾ കടുത്ത വിമർശനവുമായി രംഗത്ത് വന്നിരിക്കുന്നത്.